ഗായ്സ്, അപ്പം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു പ്രമോ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ നൈറ്റ് വന്നതാണ്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഒരു ചെറിയ പ്രമോ ആണ് വന്നിട്ടുള്ളത്. ചെറിയൊരു വാക്ക് തർക്കം, വേറൊന്നുമല്ല, ആദില നൂറായും അതുപോലെ അനീഷും തമ്മിലാണ് ഒരു വാക്ക് തർക്കം നടക്കുന്നത്. എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞിട്ടില്ല, ഇതുവരെ മോർണിംഗിലാണ് നടന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. സാബുമാൻ എനിക്ക് തോന്നുന്നു ആ ഒരു സ്റ്റോർ റൂമിൽ പോയിട്ട് എന്തോ സാധനം എടുത്തിട്ട് വരികയായിരുന്നു. ആ സമയത്ത് ആദില നൂറ പറയുന്നുണ്ട് സാബുമാനോട്, നിനക്ക് എടുക്കാൻ വേറൊന്നുമില്ല എങ്കിൽ നമ്മുടെ സൂപ്പർ റൂട്ടനെ എടുത്ത് പൊക്കിക്കോ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അനീഷിന് നേരെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനീഷിനെയാണ് സൂപ്പർ കൂട്ടൻ എന്ന് ആദില നൂറ വിളിച്ചേക്കുന്നത്. അപ്പോൾ അത് അനീഷിന് പിടിക്കുന്നില്ല. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ആരാണ് ആ റൈറ്റ് തന്നത്? ഞാൻ അനുവദിക്കാതെ എന്നെ വേറൊരു പേരിൽ നിങ്ങൾക്ക് വിളിക്കാനുള്ള അധികാരമില്ല എന്നൊക്കെ അനീഷ് ഇങ്ങനെ വാതോരാതെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഭയങ്കരമായിട്ട് രണ്ടുപേരും തമ്മിൽ, അതായത് ആദില നൂറയും പറയുന്നുണ്ട്, അതുപോലെ തന്നെ അനീഷും തിരിച്ച് പറയുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഷാനവാസ് വന്നിട്ട് ഇതിൻ്റെ ഇടയിൽ നമ്മുടെ അനീഷ് പഴവും ആപ്പിളും കഴിക്കാൻ വേണ്ടി എടുത്തോട്ട് പോകുന്ന ആ ഒരു ടൈമിലാണ് ഈ വാക്ക് തർക്കം നടന്നത് കേട്ടോ. അപ്പോൾ ഷാനവാസ് ഇതിൻ്റെ ഇടയിൽ കൂടെ ആ പഴമൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. ഭയങ്കര കോമഡി ആയിരുന്നു കേട്ടോ. ഒരു ഫൈറ്റ് കാണാൻ തന്നെ ഒരു ടോം ആൻഡ് ജെറി ഫൈറ്റ് പോലെ നമുക്ക് കാണുമ്പോൾ അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു ഫൈറ്റ് അല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ടോം ആൻഡ് ജെറി ഫൈറ്റ്. അവിടെ വീട്ടിൽ സാധാരണ നടക്കുന്ന ഫൈറ്റുകൾ, അക്ബർ അതുപോലെ അപ്പാനി ശരത്തൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു സമയത്ത് അവർ തമ്മിലുണ്ടാകുന്ന ഫൈറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഹാർഷായിട്ടുള്ള ഫൈറ്റാണ്, ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുക അങ്ങനെയൊക്കെ. ബട്ട് ഇത് നല്ല ഫണ്ണായിട്ടുള്ളൊരു ചെറിയ നല്ലൊരു കുഞ്ഞു വഴക്കാണ്, ക്യൂട്ട് വഴക്കാണ്. എനിക്ക് തോന്നുന്നില്ല ഇതധികം ഭയങ്കരമായിട്ടൊരു ഫൈറ്റായിട്ട് പോകുമെന്ന് തോന്നുന്നില്ല. ചെറിയൊരു കുഞ്ഞു ഫൈറ്റാണ് കേട്ടോ നടന്നത്. പിന്നെ അനീഷ്, ആദില, നൂറ എന്ന് പറയുന്ന ഇവർ തമ്മിൽ നല്ലൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട് കേട്ടോ. ബാക്കിയുള്ള കണ്ടസ്റ്റൻസിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കുന്നത് അതാണ്. ഇവരൊന്നും പേഴ്സണലായിട്ട് ഗ്രഡ്ജ് വെക്കാറില്ല. ഈ പറഞ്ഞ അനുമോളൊക്കെ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അനുമോളൊക്കെ ആരെങ്കിലുമായിട്ട് പിണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആളുമായിട്ട് ഒരു കോൺവെർസേഷനും പോകത്തില്ല. അതൊക്കെ വളരെ ബാഡാണ്. നമ്മളൊരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഒരു മത്സരത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ എല്ലാവരുമായിട്ട് കോപ്പപ്പ് ചെയ്ത് പോവുക. പിണക്കമൊക്കെ ഉണ്ടാവും, ബട്ട് നമ്മൾ അറ്റ് ലാസ്റ്റ് നമ്മൾ ഒറ്റയ്ക്ക് ആ ഒരു ഗെയിം പൂർത്തിയാക്കും. അതാണ് നമ്മൾ ലക്ഷ്യമാക്കേണ്ടത്. അല്ലാതെ അവിടെ പിണക്കത്തിനും ഒന്നും ഒരു വാല്യൂ ഇല്ല. കാരണം ബിഗ് ബോസ് എന്ന് പറയുന്ന ഗെയിമിൽ ഗ്രൂപ്പ് ഗെയിംസ് ഉണ്ട്, അങ്ങനെയൊക്കെ ഗെയിംസ് ഉണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കൊരു ഗ്രൂപ്പായിട്ട് നിന്ന് കളിക്കണമെങ്കിൽ നമുക്ക് എല്ലാവരുമായിട്ടൊരു സഹകരണം വേണം, ചെറുതായിട്ടെങ്കിലും. എന്നും പറഞ്ഞിട്ട് എല്ലാവരുമായിട്ട് ഭയങ്കര സ്നേഹത്തിൽ പോകണം എന്നല്ല. ഗെയിമായിട്ട് എടുത്ത് കളിക്കുക. അവിടെ പിണക്കം ഉണ്ടാവും, അത് കഴിയുമ്പോൾ ആ പിണക്കം അങ്ങ് മാറ്റി വയ്ക്കുക. അതായിരിക്കും അനുമോൾക്ക് നല്ലത് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ കണ്ട ഒരു എപ്പിസോഡിൽ, ഇന്നലെ ലൈവിൽ കണ്ടതാണ്. അനുമോൾ ഇങ്ങനെ ആരോടും മിണ്ടാതെ ഓൺലി പ്രവീണിനോട് മാത്രം സംസാരിക്കുന്നു. അപ്പോൾ അതൊന്നും അത്ര ശരിയല്ല. നമ്മളെ ഒരു കോമ്പറ്റീഷന് എല്ലാവരുമായിട്ട് കോൺവെർസേഷൻ ചെയ്യണം. അപ്പോൾ ഞാൻ ഇന്നലത്തെ വീഡിയോയുടെ ആ ഒരു എൻ്റെ ഒരു റിവ്യൂ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അത് കാണാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഒരു ചെറിയ പ്രമോ വന്നിട്ടുണ്ടായിരുന്നു. ആ പ്രമോയുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് വലിയൊരു ഫൈറ്റൊന്നുമല്ല, ഇതിലും വലിയ ഫൈറ്റുകൾ അവിടെ നടന്നിട്ടുണ്ട്. സോ ഇതൊരു വലിയൊരു ഫൈറ്റായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല.